ഇന്നത്തെ വീഡിയോയിൽ ബ്രഷ് കട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇത്തരം വലിയ ട്രിമ്മറാണ്. ഇതിനുള്ളിൽ ബ്രഷ് ചുറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇതിന് പകരം ചെറിയ അലൂമിനിയം ട്രിമ്മർ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ത്രെഡ് മുറുക്കുന്നത് ലെഫ്റ്റിലേക്കാണ്, റൈറ്റിലേക്ക് തിരിച്ച് അഴിച്ചെടുക്കാം. ഇതിൽ 2 ബ്രഷ് മുറിച്ചിട്ടാൽ 4 ലീഡ് കിട്ടും. വേണമെങ്കിൽ ഇടത്തേക്കും വലത്തേക്കും ഓരോ ലീഡ് കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 8 ലീഡ് കിട്ടും. അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം. മറ്റേ വലിയ ട്രിമ്മറിൽ നമ്മൾ ആകെ 2 ലീഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൽ 4 ലീഡ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് വാങ്ങുമ്പോൾ ഇത് അഴിക്കാനുള്ള ഉപകരണം കിട്ടാറില്ല. അതിന് ഞാൻ ഇത്തരം ഒരു ബോൾട്ട് വാങ്ങി കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് അതിനുള്ള ഒരു ടൂളാക്കി മാറ്റി. ഇനി ട്രിമ്മർ ഹെഡിനുള്ളിലേക്ക് ഈ ബോൾട്ട് കയറ്റി നമുക്ക് അഴിക്കുകയോ മുറുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ട്രിമ്മർ ഹെഡ് ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഈ ഉപകരണം അതിനുള്ളിലേക്ക് കടത്തുക. അതിനുശേഷം ഇത് കയറ്റി ഫിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തതിന് ശേഷം ഹെഡ് അതിനുള്ളിലേക്ക് കടത്തുക. അതിനുശേഷം വാഷറും നട്ടും കയറ്റി മുറുക്കുക. ലെഫ്റ്റിലേക്കാണ് മുറുക്കുന്നത്. നല്ലപോലെ ടൈറ്റ് ചെയ്യണം. മെഷീൻ കറങ്ങുമ്പോൾ, സ്പീഡിൽ കറങ്ങുമ്പോൾ തെറിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി. ഇനി ഇതിലേക്ക് ബ്രഷ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ബ്രഷ് എടുത്ത് നടുവേ 2ആയി മടക്കുക. ഏകദേശം സെൻറ്റർ കണ്ട് മടക്കുക. മടക്കിയ ശേഷം ഓപ്പോസിറ്റ് സൈഡിലായി 2 എണ്ണം കയറ്റി വയ്ക്കുക. 2 ബ്രഷ് കയറ്റി വെച്ച ശേഷം അതിൻ്റെ ലിഡ് ഇടത് ഭാഗത്തേക്ക് തിരിച്ച് മുറുക്കുക. മറ്റേ വലിയ ട്രിമ്മറിനേക്കാൾ ഇതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുല്ല് പൂർണ്ണമായും അടി തീർത്ത് കട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രഷ് കട്ടർ റെഡി.